ഹലോ നമസ്കാരം. ടെക് വീഡിയോസ് കോർണർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളുടെ ഫോണിലെ എയർപ്ലെയിൻ മോഡ് ഫീച്ചറിനെ കുറിച്ചാണ്. കാരണം നമ്മളുടെ ഫോണിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ എയർപ്ലെയിൻ മോഡ് ഫീച്ചർ നമ്മൾ വളരെ റെയർ ആയിട്ടാണ് ഉപയോഗിച്ച് വരാറുള്ളത്. എന്നാൽ എയർപ്ലെയിൻ മോഡ് നമ്മളുടെ ഫോണിൽ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ലൈഫ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടത്തിൽ ഫോൺ പെട്ടെന്ന് വളരെ സ്പീഡിൽ ചാർജ് ചെയ്യണമെന്ന് വിചാരിക്കുക. അത് നമുക്ക് ഈ എയർപ്ലെയിൻ മോഡിൽ വഴി നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വരുന്ന കോളുകൾ ബ്ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ഷന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് റീസെറ്റ് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. അപ്പോൾ ഇത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഫോണിലേക്ക് പോയതിന് ശേഷം ഇതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് നമ്മളുടെ ഫോണിലെ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ബാറ്ററിയുടെ ചാർജ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഞാനിവിടെ ജസ്റ്റ് നമ്മളുടെ ഫോണിൽ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഫോണിൽ കുറേയധികം വയർലെസ് മോഡ്യൂൾസ് ഉണ്ട്. ഉദാഹരണത്തിന് വൈഫൈ, മൊബൈൽ ഡാറ്റ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ NFC. ഇവിടെ നമ്മൾ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്യുന്നതിലൂടെ ഇതൊക്കെ ഓഫ് ആവുകയും നമ്മളുടെ ഫോൺ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് ഒഴിവാക്കുകയും അതേപോലെ തന്നെ നമ്മളുടെ ഇൻ്റർനെറ്റിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് സ്കാൻ ചെയ്യുന്നത് ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മളുടെ ഫോൺ വളരെയധികം പെട്ടെന്ന് ചാർജ് നിന്ന് പോയി ഓഫ് ആകുന്നത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ എവിടെയെങ്കിലും ദൂര യാത്രയ്ക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഫോണിൻ്റെ ചാർജർ നമ്മൾ കയ്യിലെടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ അവിടെ എത്തുന്നത് വരെ നമ്മളുടെ ഫോണിൻ്റെ ചാർജ് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അടുത്തതായി നമുക്കറിയാം നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യാനായിട്ട് എല്ലാവരുടെയും കയ്യിൽ ഫാസ്റ്റ് ചാർജറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഫാസ്റ്റ് ചാർജർ ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഫോൺ വളരെയധികം പെട്ടെന്ന് ചാർജ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു അടിപൊളി ട്രിക്ക് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ജസ്റ്റ് ഒന്ന് എയർപ്ലെയിൻ മോഡ് ജസ്റ്റ് ഇവിടെ ഓൺ ചെയ്തിട്ട് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഫോൺ ചാർജ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഫോണിൽ വൈഫൈ, അതേപോലെ തന്നെ ബ്ലൂടൂത്ത്, അതേപോലെ തന്നെ NFC, മൊബൈൽ ഡാറ്റ ഇവയെല്ലാം ഓഫ് ആവുകയും നമ്മുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് വൈഫൈക്ക് വേണ്ടി ഇൻ്റർനെറ്റിന് വേണ്ടി സ്കാൻ ചെയ്യുന്നതും അതേപോലെ തന്നെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും ഒഴിവാക്കുകയും നമ്മളുടെ ഫോൺ 100% ആവാൻ വളരെ തുച്ഛമായ സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഫോൺ ചാർജ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഫോൺ നമുക്ക് എത്രയോ പ്രയോജനപ്പെട്ടതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് നമ്മളുടെ ഉറക്കവും. നമ്മൾ ഉറങ്ങിയില്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ജോലിക്കൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എയർപ്ലെയിൻ മോഡ് അതിനുള്ളൊരു പരിഹാരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ എയർപ്ലെയിൻ മോഡ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ്, അതേപോലെ തന്നെ ഇൻ്റർനെറ്റ് കോൾ, സാധാ കോളല്ല ഇൻ്റർനെറ്റ് കോൾ, ഇത് അപ്പോൾ നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ തന്നെ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ നമുക്ക് വരുന്ന ഇൻ്റർനെറ്റ് കോളുകൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് കിടന്നുറങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതും കൂടി എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതായി വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്കറിയാം. നമ്മൾ ജസ്റ്റ് നമ്മളുടെ എയർപ്ലെയിൻ മോഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ഫോണിലെ വൈഫൈയും മൊബൈൽ ഡാറ്റയും അതേപോലെ തന്നെ ബ്ലൂടൂത്തും അതേപോലെ തന്നെ NFC-യും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. എന്നാൽ നമുക്കിപ്പോൾ ജസ്റ്റ് നമുക്ക് വൈഫൈ ഓൺ ആക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈഫൈ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അടുത്തായി നമ്മൾ നോക്കുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമുക്കറിയാം നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻ്റർനെറ്റിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്. സെറ്റിങ്സിന് പ്രശ്നം വരാം, അല്ലെങ്കിൽ നമ്മളുടെ ഫോണിന് ഇൻ്റർനെറ്റ് സ്പീഡ് കുറയുക. അപ്പോൾ നമ്മളുടെ ആ സെറ്റിങ്സിൻ്റെ ഉള്ളിലേക്ക് പോയി ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നമ്മളൊന്ന് എയർപ്ലെയിൻ മോഡ് എനേബിൾ ചെയ്തതിന് ശേഷം ഒരു 10-20 സെക്കൻഡിന് ശേഷം ജസ്റ്റ് ഓൺ ചെയ്തതിന് ശേഷം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ കണക്ഷൻസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീസെറ്റ് ആകും. അപ്പോൾ ഇവിടെ അതും കൂടി നമ്മൾ ഒന്ന് ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.